എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു പുതിയ കണ്ടൻറ്റ് കിട്ടി, അതുകൊണ്ട് വന്നതാണ്. ഈ ആരാധകരാരും എന്നെ പൊങ്കാലയിടാൻ വന്നിട്ട് യാതൊരു കാര്യമില്ല. ഞാനും എന്നെപ്പോലെ കുറേ ആൾക്കാരും അനുഭവിക്കുന്ന ഒരു വേദനയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെയാണ് കേട്ടോ. കറണ്ട് ബില്ല് വന്നു 902 രൂപ, ഒരു എക്സ്ട്രാ 150 രൂപയുണ്ട്. എന്തായാലും ആനുവൽ ഫീയോ അങ്ങനെ എന്താ പറഞ്ഞിട്ട് 150 രൂപ. നമ്മുടെ വീട്ടിലെ ലൈറ്റാണ് ഈ കാണുന്നത്. എല്ലാ കമ്പനിക്കാരും പറഞ്ഞ് ഈ ലൈറ്റൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറണ്ട് ഒട്ടും വേണ്ട, 0 വാൾട്ടിൽ എരിയുന്ന ബൾബാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു ബൾബ്, ഒരു 2 ട്യൂബ് LED ട്യൂബ്, ആർക്കും വേണ്ടാത്തൊരു സീലിംഗ് ഫാനും, ആർക്കും കാറ്റ് കിട്ടാത്ത 2 ടേബിൾ ഫാനുമാണ് ആകപ്പാടെ നമ്മുടെ വീട്ടിലുള്ളത്. ഇവിടെ വന്നിരിക്കുന്ന കറണ്ട് ബില്ലെന്ന് പറഞ്ഞാൽ 902 രൂപ. 902 രൂപ ഉള്ളോ എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ ചില അമ്മമാർ വന്ന് ചീത്ത വിളിക്കുമായിരിക്കാം. വിഷമിക്കേണ്ട, ഞാൻ 1800-ഉം 2000 ഒക്കെ അടച്ച മാസങ്ങളും ഉണ്ട് കേട്ടോ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട്. അതുകൊണ്ട് ബില്ല് ഇതിൽ കൂടുതലും വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ച് ഈ 900 സംതിങ് വന്നപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് എടുത്തിടാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ ആകപ്പാട് 2 റൂമുള്ള ഒരു കുഞ്ഞു വീടാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ കുറേ ആൾക്കാർ അനുഭവിക്കുന്നതിൻ്റെ ഒരു ദുരിതം ഞാൻ അറിയിച്ചതാണ്. ഇനി ഈ കറണ്ട് ബില്ല് നമ്മൾ അടയ്ക്കാൻ ഇച്ചിരി താമസിച്ച് പോയാൽ, ഇത്തിരി എന്നല്ല, ഒരു ദിവസം താമസിച്ച് പോയി കഴിഞ്ഞാൽ 2 ഏമാന്മാർ വരും കേട്ടോ. ഇത് ഫീസ് ഊരാനായിട്ടല്ല വരുന്നത്, പോസ്റ്റിൽ കയറി കട്ട് ചെയ്യാൻ. ആ വരുന്ന ഏമാമാരുടെ ഭാഷയും പഠിച്ചും കണ്ടു കഴിഞ്ഞാലോ, അവർക്ക് അവരുടെ കല്യാണ സമയത്ത് ഏതോ സ്ത്രീധനം കിട്ടിയ സാമ്പത്തികം എടുത്ത് നമ്മളുടെ വീട്ടിൽ കറണ്ട് വന്നിട്ട് അവരുടെ ചിലവിൽ നമ്മൾ കഴിയുന്ന പോലുള്ള ഭാഷയും പഠിച്ചും കാണിച്ചുകൊണ്ടാണ് ഏമാമാർ കട്ട് ചെയ്യാൻ വരുന്നത്. മുമ്പൊരിക്കൽ കാല് പിടിക്കേണ്ട ഒരു സംഭവം ഉണ്ടായി. ഒരു 85 വയസ്സോളം പ്രായമുള്ള ഒരു അമ്മുമ്മ വീട്ടിലുണ്ടായിട്ട് നമുക്കിതാണെങ്കിൽ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നടന്നപ്പം ഒരു ദിവസം അല്ല, ഒരു മണിക്കൂറൊന്ന് താമസിച്ച് പോയി. അപ്പോഴത്തേക്കിന് ഇവർ കട്ട് ചെയ്യാൻ വന്നപ്പോൾ അവരുടെ അടുത്ത് വന്ന്, കട്ട് ചെയ്യല്ലേ ചേട്ടാ, ചേട്ടാന്നുമല്ല സാറേ, കട്ട് ചെയ്യല്ലേ സാറേ, ഇങ്ങനൊരു സംഭവമുണ്ട്, ആസ്പെറ്റാസ് ഷീറ്റാണ്, ഒരു അമ്മുമ്മ കിടക്കുന്നത്, കാറ്റില്ലെങ്കിൽ അവരുടെ കാര്യം പോക്കായി പോവും. ഇവിടെ ഒന്നും പറ്റത്തില്ല, കറണ്ട് ചാർജ് അടച്ചാൽ പറ്റും. നിങ്ങൾ കറണ്ട് ചാർജ് അടയ്ക്കാത്ത എന്താ? അവൻ്റെ ഏതോ ആൾക്കാരുടെ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ട് ചെയ്തെന്നുള്ള പ്ലാനായിരുന്നു അവന്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നികുതി പണം എടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങിച്ചിട്ട് അവൻ്റെ ഭാഷയും പഠിത്തി ആട്ടും തുപ്പും വരെ നമ്മൾ കേൾക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ഈ 70, 75, 80, 85 ആ കാലഘട്ടത്തിലൊക്കെ ജനിച്ച കുറേ സാധാരണക്കാരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ മുമ്പൊരു സമയത്ത് നമ്മുടെ നാട്ടിൽ ജോലി ഉണ്ടായിരുന്നു. കാർഷിക മേഖലയിലാണെങ്കിലും അല്ലാതുള്ള കൺസ്ട്രക്ഷൻ മേഖലയിലാണെങ്കിലും അങ്ങനെയൊക്കെ ശരിക്കും ജോലി ഉണ്ടായിരുന്നു സാധാരണക്കാർക്ക്. ഇന്ന് സാധാരണക്കാരന് നമ്മുടെ നാട്ടിൽ ജോലി ഇല്ലാത്ത ഒരവസ്ഥയുണ്ടായി. സാധാരണക്കാരന് ഇന്ന് കൂലിപ്പണിയില്ല. കാരണം വെച്ചാൽ നമ്മുടെ കേരളം എന്ന് പറയുന്നത് വലിയ ഏതോ ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനം പോലെയായി മാറി. സാമ്പത്തികപരമായിട്ട് മുന്നോട്ട് നിൽക്കുന്നവർക്കും ബിസിനസ് പരമായിട്ട് മുന്നോട്ട് നിൽക്കുന്നവർക്കും മാത്രം ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യമായി മാറി നമ്മളുടെ കേരളം. അപ്പോൾ ഇവിടെ സാധാരണക്കാരനായിട്ട് മുമ്പ് കാർഷിക മേഖലയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇന്ന് ജോലിയില്ല. 800, 700, 1000 ഒക്കെ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്നവർക്ക് ജോലിയില്ല. അപ്പോൾ വീട്ടിൽ ഇതേ കണക്ക് സാമ്പത്തിക ചിലവും ബുദ്ധിമുട്ടും ഒക്കെ വരുമ്പം അവർക്ക് എടുത്ത് പെരുമാറാനില്ല. പലിശക്കാരൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ അവൻ പൈസ കൊടുക്കത്തില്ല. കാരണം ജോലി ഇല്ലാത്തതിന് കാശ് കൊടുത്താൽ തിരിച്ചു കിട്ടത്തില്ല. അവൻ പിന്നെ അടിയും വഴക്കുമായി മാറും. അതുകൊണ്ട് അങ്ങനത്തുള്ള സാഹചര്യങ്ങളായി മാറി. ഇപ്പോൾ സാധാരണക്കാരന് ജോലി വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ നഗരങ്ങളിലേക്ക് പോകണം. നഗരങ്ങളിലേക്ക് പോയിട്ട് വലിയ ആൾക്കാരുടെ വീട്ടിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് അവരെന്തെങ്കിലുമൊക്കെ ജോലി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ്റെ പട്ടിണിയില്ലാതെ പോകാൻ പറ്റും എന്നുള്ള സാഹചര്യമായി മാറി. നമ്മളുടെ ഇവിടെ തൊഴിലുറപ്പ് സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളും വെച്ചിരിക്കുന്നത് ഇവിടുത്തെ ഭൂസ്വത്തുകൾ നിറയെയുള്ള ഏമാന്മാരുടെ വീടുകളുടെ എല്ലാം പോയി കയ്യാല കോരാനും പണം കോരി വെക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ച് അവർക്ക് ശമ്പളം കൊടുക്കുന്നൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ മാറിയിട്ട് നമ്മളിവിടെ കൃഷിയില്ലാതെ കിടക്കുന്ന കൃഷിഭൂമികളിൽ ഈ തൊഴിലുറപ്പുകാരെ കൊണ്ട് കൃഷി ചെയ്യിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിന് വരുമാനമാവും, കുറേ ആൾക്കാർക്ക് ജോലിയാവും. ആ തൊഴിലുറപ്പിലേക്ക് ഇനിയും ഈ സാധാരണക്കാരായിട്ട് ജോലി ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാർ ഇറങ്ങിച്ചെല്ലും. അങ്ങനത്തുള്ള അവസ്ഥകളുണ്ടാകും. ഈ പാടശേഖരങ്ങൾ തരിശുഭൂമിയായി കിടക്കുന്നത് മാറിക്കിട്ടും. പക്ഷേ ഇവിടെ ചെയ്യുന്നത് എന്താ? ഭൂസ്വത്തുക്കൾ ഒരുപാടുള്ള കാട് പിടിച്ച് കിടക്കുന്ന വസ്തുക്കളിലെല്ലാം പോയി പണം കോരി വെക്കാനും കയ്യാല കോരി വെക്കാനുമായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ ഉപയോഗിച്ച് ഫണ്ടുകൾ വെറുതെ ദുർവിനിയോഗം ചെയ്യുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അവർ ചെയ്യുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ അവർ ചെയ്യേണ്ടുന്നത് ഈ രീതിയിലായിരിക്കണം. തരിശുഭൂമിയായിട്ട് കൃഷിഭൂമികൾ തരിശുഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെ ജോലിക്കിറക്കിയിട്ട് വിളകൾ വിളയിക്കാനും ശമ്പളം കൊടുക്കാനും ഒക്കെ തയ്യാറായിരുന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ജോലിയായേനെ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. അപ്പോൾ ആരാധകർ തീർച്ചയായിട്ടും എന്നെ ചീത്ത വിളിക്കാൻ വന്നിട്ട് യാതൊരു കാര്യമില്ല. നമ്പർ 1 കേരളമാക്കാൻ വേണ്ടിയിട്ട് സെൻസസ് എടുത്ത സമയത്ത് ഞങ്ങളെപ്പോലെ സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുറേ ആൾക്കാർ, കോടിക്കണക്കിന് ജനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടെന്നുള്ളത് സെൻസസ് എടുക്കാൻ വന്ന ഏമാന്മാർ മറന്നുപോയിട്ടുണ്ടാകാം. മറന്നുപോയെങ്കിൽ തീർച്ചയായും ഓർമ്മിപ്പിക്കുന്നു. തൊഴിൽ രഹിതരായി മാറിയിട്ട് സാധാരണക്കാർ തൊഴിൽ രഹിതരായി മാറിയിട്ട് കുറേ കാലങ്ങളായി. തൊഴിലില്ല, ജോലിയില്ല, കൂലിയില്ല.
അപ്പോൾ ഇത്രയും വലിയ കറണ്ട് ബില്ലുകളൊക്കെ വന്ന് കറണ്ട് ബില്ല്, വെള്ളത്തിൻ്റെ ബില്ല്, അങ്ങനെയുള്ള കുറേ ബില്ലുകളൊക്കെ വരുമ്പോൾ താങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ആരാധകർ ചീത്ത വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. ആരാധകർ അവരുടെ വീട്ടിലും അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെയെന്ന് ഓർക്കുക. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരായാലും യാതൊരു പ്രശ്നമില്ല കേട്ടോ. അതിനിയിപ്പം അതുപോലെ തന്നെ വേറെ കാര്യം, നമ്മുടെ ഈ ലൈമാന്മാരെ എല്ലാവരെയും ഒന്നടങ്കം നമ്മൾ പറയത്തില്ല കേട്ടോ. ചില ആൾക്കാരേ ഉള്ളൂ, 100-ൽ 50 പേര് ധാഷ്ട്യം തന്നെ. പക്ഷേ നല്ല രീതിയിൽ സഹകരിച്ച് പോകുന്ന ലൈമാന്മാരും ഉണ്ട്. അത് 100% അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മുടെ കൃഷിഭവനുകൾ തന്നെ കേരളത്തിൽ എത്രമാത്രം കൃഷിഭവനുകളുണ്ട്. ഒരു കൃഷിഭവൻ ഏറ്റവും കുറഞ്ഞ 1 കോടി രൂപയ്ക്കകത്തെങ്കിലും ചിലവ് വരും. അവിടുത്തെ ഒരു ഗസറ്റഡ് ഓഫീസറുടെ സാലറി, അതുപോലെ തന്നെ അതിന് താഴോട്ടുള്ള ജീവനക്കാർ 5-6 പേര്, പിന്നെ ഇവിടുത്തെ മറ്റ് ചിലവുകൾ ഏറ്റവും കുറഞ്ഞ എല്ലാം കൂടെ 1 കോടി രൂപയ്ക്കകത്ത് ഒരു കൃഷിഭവന് ചിലവ് വരും. എത്ര ആൾക്കാരാണ് ജോലിയില്ലാതിരിക്കുന്നത്. ഈ കൃഷിഭവൻ മാത്രം വിചാരിച്ചാൽ മതി ഇവിടുത്തെ ഇത്രയും ആൾക്കാർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കാൻ. കാർഷിക മേഖലയിൽ നമ്മളുടെ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലുറപ്പിലുള്ള ആൾക്കാരെ ഇതിലേക്ക് ഇറക്കിക്കൊണ്ട് വരാതുണ്ടെങ്കിൽ എന്തുമാത്രം ആൾക്കാർ തൊഴിലുറപ്പിനുണ്ടാകും, എന്തുമാത്രമാണ് പുതുതായിട്ട് തൊഴിലുറപ്പിലേക്ക് വന്നു ചേരും, എത്ര പേർക്ക് ജോലിയാകും, ഒരുപാട് പേർക്കാകും. എന്തായാലും ആരാധകരാരും എന്നെ കുറ്റം പറയരുത്. കുറ്റം പറഞ്ഞാലും കാര്യം കുഴപ്പമൊന്നുമില്ല. തെറിവിളിയൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഞാൻ സാധാരണക്കാരൻ്റെ അവസ്ഥ പറഞ്ഞതാണ് കേട്ടോ. അതുകൊണ്ട് ആരാധകർ എന്നെ ക്രൂശിക്കരുത് പ്ലീസ്. ഓക്കെ, നന്ദി, നമസ്കാരം, വീണ്ടും കാണാം.